നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മരണത്തിന് തുല്യമായ ദീർഘനാളത്തെ കിടപ്പിലൂടെ തന്നെ കുഞ്ഞിന്റെ അമ്മയുടെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന ജാതകദോഷം തീർന്നിരിക്കുന്നു എന്ന് പറയാം. ശിശുവിന്റെ ജാതകം മൂലം ഇനിയൊരു ദോഷവും മാതാവിനുണ്ടാകില്ല. പിന്നെന്താ തടസ്സം? ക്ഷണിക്കേണ്ടവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. ആ ചടങ്ങ് കൂടി കഴിഞ്ഞാ എല്ലാം പൂർത്തിയാവില്ലേ? വസുമതി, ഇപ്പൊ തന്നെ ഇത് നടത്തണോ? എന്തത്ര നിർബന്ധം? നമുക്കൊന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? എത്ര ആലോചിച്ചാലും മോളെ തിരികെ നൽകാതിരിക്കാൻ ഇവർക്കൊരിക്കലും ആവില്ല രാഘവേട്ടാ. പ്രീതിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാ അന്ന് മോളെ ദത്ത് നൽകിയത്. ഇപ്പോഴവളുടെ ആരോഗ്യത്തിന് തകരാറൊന്നുമില്ലല്ലോ. മോൾ അമ്മയുടെ അടുത്താണ് നിൽക്കേണ്ടത്. പ്രീതി, നിനക്ക് നിന്റെ മോളെ വേണ്ടേ? ചോദിച്ചത് കേട്ടില്ലേ? വേണോ അമ്മേ? പക്ഷേ വേണോന്നാണെങ്കിൽ അതിലൊരു പക്ഷേയില്ല. അർജുൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മോളെ തിരികെ നൽകുന്നതിൽ എല്ലാവർക്കും മാനസികമായ വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ശരി, വേണ്ടെന്ന് വെക്കാം. പക്ഷേ വിഷ്ണു ശാലിനിയും എനിക്കൊരു ഉറപ്പ് നൽകണം. ഇവരും മോളോടൊപ്പം പ്രീതി എവിടെയുണ്ടോ അവിടെ താമസിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ. വിഷ്ണു എന്ത് പറയുന്നു? വിഷ്ണു ഇനി ജീവിക്കുന്നത് ഈ സത്യഭാമയുടെ മകനായിട്ടല്ല, വെറും വിഷ്ണു ആയിട്ടാ. നീ പാടുപെടും വിഷ്ണു. ഇല്ല, ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോണം. വിഷ്ണുട്ടാ, അടിപൊളി, സൂപ്പർ. അങ്ങനെ അത് രണ്ടും രണ്ട് വഴിക്കായി. അപ്പോ ചടങ്ങ് നടക്കട്ടെ. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ മാത്രമല്ല, നിയമപരമായിട്ടുള്ള ഫോർമാലിറ്റീസും പൂർത്തിയാക്കണം. അർജുൻ, കേൾക്കുന്നുണ്ടോ നീ? അർജുൻ, ഇരിക്കെ. മുഹൂർത്തം കഴിയാറായി. ഇരിക്കാൻ. ഇരിക്കാനാ പറഞ്ഞത്. പൂജാരി, ചടങ്ങുകൾ നടക്കട്ടെ.
പ്രീതി, അവളുടെ മുഖത്തേക്ക് നോക്ക് പ്രീതി. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല. മതിയോ വെള്ളം? മതി. ഏത് നേരവും നീ ഇവളുടെ പ്രീതിയുടെ മുന്നിൽ കാണണം, മനസ്സിലായോ? ഞാനൊരു ഫോട്ടോ എടുത്തു കൊടുത്താ മതിയോ? സുസ്മിതേ, നിന്നെ ഈ സാമ്പാറിലെ മുരിങ്ങക്കോലിന് പകരം വെട്ടിയിടാനുള്ള ദേഷ്യമുണ്ട് ഇവിടെ എല്ലാവർക്കും. അതുകൊണ്ട് അധികം നെഗളിക്കാതെ അടങ്ങി ഒതുങ്ങി നിന്നോണം. ആ, മോള് കഴിക്കേ. മതി മതി മതി. മതിയെന്നേ. എടോ ഇയാളോടെ ഇരുന്നേ. അല്ല, വിളമ്പാനായിട്ട് കുറച്ച് കഴിയട്ടെ. ഇരിക്കളിയാ. എന്റെ അളിയാ, അളിയന്റെ കുഞ്ഞിന്റെ ചോറുണ്ട്. അളിയനും പ്രീതി ഒരുമിച്ചിരുന്നല്ലേ ഭക്ഷണം കഴിക്കണ്ടേ? അത് അളിയനും ഞാനും കൂടെ ഒരുമിച്ചിരുന്നാ പോരെ? എടോ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഒരുപാട് നാളായില്ലേ? എടോ, അളിയന് വേണ്ടിയിട്ടില്ല എന്റെ പെങ്ങൾ അവിടെ കസാര ഒഴിച്ചിട്ടിരിക്കുന്നേ. അത് കുഴപ്പമില്ല, ഞാൻ ഇരുന്നോളാം. അതൊന്നും കുഴപ്പമില്ല. ഇയാളൊന്നും പറയണ്ട. ഇരിക്കടോ. വിഷ്ണു, വന്നേ, വന്നേ. ഇരുന്നോളാം ഞാൻ. അവിടെ ഇരി. അവിടെ ഇരിക്കാൻ. വിഷ്ണു, ഒരു കാര്യം. ഇരിക്കണം. ഇയാള് ചുമ്മാ. എത്ര നാളാ ഇങ്ങനെ കണ്ടിട്ട്? ചോറിങ്ങടാ. ആ, അതെ ഒന്ന്. അച്ഛാ ചോറ് കുറച്ച് കഴിച്ചാൽ മതിട്ട്. പൊന്നെ, അച്ഛന് കുറച്ച് സാമ്പാർ കൊടുക്കണേ. ആ, അവിടെ അവിടെ ചോറ്. ആ, ഒരു ഒറ്റപ്പടം. അങ്ങനെയല്ല സദ്യ വിളമ്പേണ്ടത്. ആദ്യം ഉപ്പാടി വിളമ്പട്ടെ. ഒന്നും അറിയൂല, എന്നിട്ട് വിളമ്പാൻ വന്നിരിക്കുക. മാറിക്കോട്. പൊന്നി, ആ ഉപ്പം കൊടുത്തേ. എന്റെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.